നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഒന്നാമത്തെ പാഠഭാഗമാണ്. ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. നമുക്ക് ചുറ്റും ഒത്തിരി ഇലക്ട്രോണിക് ഡിവൈസസുകളുണ്ട് അല്ലെ? ഉദാഹരണത്തിന് ബൾബ്, അയൺ ബോക്സ്, മിക്സി, അങ്ങനെ ഒട്ടനവധി. പക്ഷെ ഇവിടെയൊക്കെ ഉപയോഗം ഒന്നാണോ? നമുക്ക് നോക്കാം. ബൾബ് ഇലക്ട്രിക്കൽ എനർജിനെ ലൈറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതേസമയം അയൺ ബോക്സ് ആണെങ്കിലോ ഇലക്ട്രിക്കൽ എനർജിനെ ഹീറ്റ് എനർജി ആയിട്ടാണ് മാറ്റുന്നത്. മിക്സി ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. അപ്പോൾ ഇവിടെയെല്ലാം എനർജിയുടെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്കുള്ള കൺവേർഷൻ ആണ് നടക്കുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. എനർജിയെ നമുക്ക് പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പം ഈ ലോയെ ഇവിടെയൊക്കെ എല്ലായിടത്തും അനുസരിക്കപ്പെടുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇലക്ട്രിക്കൽ എനർജിനെ എല്ലാം വേറെ ഫോം ഓഫ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ഇലക്ട്രോണിക് ഡിവൈസസുകൾ അവയുടെ ഉപയോഗം വ്യത്യസ്തമാണ്. അതായത് അവ ഇലക്ട്രിക്കൽ എനർജിനെ ഡിഫറെന്റ് ഫോം ഓഫ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇന്നാണ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഓൺ ദാറ്റ് ഡിവൈസ് എന്ന് പറയുന്നത്. അയൺ ബോക്സ് അതിനെ ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുമ്പോൾ ഇലക്ട്രിക് കറന്റിന് അയൺ ബോക്സിലുള്ള ഇഫക്റ്റ് എന്ന് പറയുന്നത് അത് ചൂടാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഈ പാഠത്തിൽ നമ്മൾ ഉടനീളം നോക്കാൻ പോകുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം അല്ലെ? അപ്പോൾ ആദ്യം ഒരു റെസിസ്റ്റർ, നിക്രോം റെസിസ്റ്റർ എടുക്കുന്നു. അതൊരു 6 വോൾട്ട് ബാറ്ററിയിലും ഒരു സ്വിച്ചിലും ഈ സർക്യൂട്ടിൽ കാണുന്ന പ്രകാരം നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഒരു ഐ കറന്റിനെ ഈ സർക്യൂട്ടിലേക്ക് ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്നു. ആഫ്റ്റർ എ ടൈം ടി നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? എന്താണ് ഇതിൽ ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറന്റ് പാസ് ചെയ്ത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ നിക്രോം വയർ റെഡ് ഹോട്ട് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഒബ്സർവേഷൻ എന്താണ്? നമ്മൾ വെച്ചിരുന്ന റെസിസ്റ്റർ, നിക്രോമിന്റെ റെസിസ്റ്റർ, ആഫ്റ്റർ എ ടൈം ടി കുറച്ച് സമയങ്ങൾക്ക് ശേഷം റെഡ് ഹോട്ട് ആയിട്ട് മാറുന്നതാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചേഞ്ച് നിക്രോം റെസിസ്റ്ററിന് സംഭവിച്ചത്? എന്തായിരിക്കും? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ പഠിച്ച് നമ്മൾക്ക് അതിന്റെ ഉത്തരം വളരെ നിസ്സാരമാണ്. എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ കൺവേർഷൻ ഉണ്ടായിരിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കണ്ടേ? സോ അതിനുവേണ്ടി ഈ സർക്യൂട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മളൊരു വോൾട്ട് മീറ്ററിനെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. അതുപോലെ ഒരു അമ്മീറ്ററിനെ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടും പ്ലേസ് ചെയ്യുന്നു. സോ നമ്മൾ ഈ സർക്യൂട്ട് അനലൈസ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഒരു വോൾട്ട് മീറ്റർ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ഒരു അമ്മീറ്റർ സർക്യൂട്ടിൽ സീരീസിലും നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം അമ്മീറ്ററിൽ ഐ കറന്റ് കാണിക്കുന്നുണ്ട്. ഓൺ അപ്ലൈയിങ് എ പൊട്ടൻഷ്യൽ V across the resistor R. അങ്ങനെയാണെങ്കിൽ കറന്റ് I is equal to Q by T, which is charge by time. Current I is equal to charge by time. അപ്പം കറന്റ് I is equal to Q by T എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ചാർജ് ടു ദ കണ്ടക്ടർ ഇൻ T സെക്കൻഡ് എന്തായിരിക്കും? ചാർജ് ടു ദ കണ്ടക്ടർ ഇൻ T സെക്കൻഡ്, ദാറ്റ് ഇസ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I into T ആണ്. Then what is the work done? Work done is the energy required to move 1 coulomb of charge under 1 volt potential difference. Work done എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? It is the energy required to move ഒരു coulomb of chargeനെ 1 volt potential differenceൽ നമുക്ക് മൂവ് ചെയ്യാനുള്ള എനർജിയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ work done. Work done is the energy required to move 1 coulomb of charge under 1 volt potential difference. Therefore, work done W is equal to Q into V, where Q is a charge and V is a potential. Work done W is equal to V into Q.
ഇനി നമുക്കറിയാം എന്താണ് പവർ. പവർ ഇസ് എ വർക്ക് ഡൺ ബൈ ടൈം. സോ വർക്ക് ഡൺ ബൈ ടൈം വർക്ക് ഡൺ ഇസ് W and time T. പവർ ഇസ് ഈക്വൽ ടു W-ന് നമ്മളിവിടെ വർക്ക് ഡണ്ണിന് QV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. therefore പവർ ഇസ് ഈക്വൽ ടു Q into V by time. now നമുക്കറിയാം I is equal to Q by T എന്ന ഇക്വേഷൻ നമ്മൾ തൊട്ടു മുന്നേ പഠിച്ചു. ഓക്കെ, therefore power P is equal to VI, potential into current power. so the total energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? power into time which is equal to VIT. അപ്പം ഇവിടെ എനർജീനെ PT എന്ന ടേമിനെ നമ്മൾ H ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്തുകൊണ്ടാണ്? അവിടെ എനർജി ഇസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി അവിടെ ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. സോ പവർ ഇൻടു ടൈമിനെ നമുക്ക് ഹീറ്റ് എനർജി H ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ H is equal to VIT, where V is a potential, I is a current and T is a time. അപ്പൊ നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പഠിച്ചു അല്ലെ? തിയറിറ്റിക്കലി നമ്മൾ അത് ഡിറൈവ് ചെയ്തെടുത്തു. H is equal to I square RT. പക്ഷെ ഫിസിക്സിന്റെ പ്രത്യേകത എന്താ? തിയറിറ്റിക്കലി മാത്രം നമ്മളൊരു കാര്യം ഏത് തിയറിയുടെയും പുറകിൽ നമ്മളൊരു എക്സ്പെരിമെന്റിൽ നമ്മൾ അതിനെ വെരിഫൈ ചെയ്യും. അപ്പം ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് അനുസരിച്ച് ഹീറ്റ് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു I square റെസിസ്റ്റൻസ് R ആൻഡ് ടൈം T. അത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അതിന് ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ് നമ്മള്. ഈ എക്സ്പെരിമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇതിനെ ആസ്പദമാക്കി ചോദിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കി. ഇതില് A എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് ഒരു 200 milliliter കപ്പാസിറ്റി ഉള്ള ഒരു ബീക്കറാണ്. ഈ A എന്ന ബീക്കറിലും B എന്ന ബീക്കറിലും 100 ml ഓഫ് വാട്ടർ നമ്മൾ നിറച്ചു. അതേപോലെ ഈ A എന്ന ബീക്കറിൽ ഇവിടെ PQ എന്ന് പറഞ്ഞൊരു മിക്രോൺ വയറിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ B എന്ന ബീക്കറിൽ RS എന്നൊരു കോപ്പർ വയർ വെച്ചിട്ടുള്ള ഒരു റെസിസ്റ്റർ ഉണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്, ഒരു 6 വോൾട്ട് ബാറ്ററി ഉണ്ട്. ഇത് നമ്മൾ ഈ സർക്യൂട്ടിൽ കാണുന്ന പോലെ കണക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ഇത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് കറണ്ട് പാസ് ചെയ്യുന്നതിന് മുൻപ് ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് A എന്ന ബീക്കറിലെ ടെമ്പറേച്ചറും B എന്ന ബീക്കറിലെ ടെമ്പറേച്ചറും നമ്മൾ മെഷർ ചെയ്യുന്നു. അത് രേഖപ്പെടുത്തി വെക്കുന്നു. അതിനുശേഷം ഈ സർക്യൂട്ടില് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. കറണ്ട് ഫ്ലോ ചെയ്തതിന് ശേഷം ഒരു T ടൈമിന് ശേഷം A എന്ന ബീക്കറിലെ ടെമ്പറേച്ചറും B എന്ന ബീക്കറിലെ ടെമ്പറേച്ചറും നമ്മൾ ഒന്നുകൂടെ മെഷർ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇതിന്റെ ടെമ്പറേച്ചർ അളന്ന് നോക്കി. A എന്ന ബീക്കറിലെയും B എന്ന ബീക്കറിലെയും ഇതിൽ ഏത് ബീക്കറിലെ ടെമ്പറേച്ചർ ആയിരിക്കും കൂടുതൽ? അതെ, A എന്ന ബീക്കറിലെ ടെമ്പറേച്ചർ ആയിരിക്കും കൂടുതൽ. കാരണം എന്താണ്? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിക്രോമും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോപ്പർ റെസിസ്റ്ററും ആണ്. അതായത് ഹീറ്റ് പ്രൊഡ്യൂസ് എന്തിന് പ്രപ്പോർഷണൽ ആണ്? റെസിസ്റ്റൻസിന് പ്രപ്പോർഷണൽ ആണ്. നിക്രോമിനാണ് കോപ്പറിനേക്കാളും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പം R എവിടെയാണോ, റെസിസ്റ്റൻസ് എവിടെയാണോ കൂടുതൽ, അവിടെ ആയിരിക്കും ഹീറ്റ് കൂടുതൽ. അങ്ങനെ നമ്മൾ ജൂൾസ് ലോയിൽ പറയുന്ന H is proportional to R എന്നുള്ളത് വെരിഫൈ ചെയ്തു. ഇനി അടുത്തതായി നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസറും കറണ്ടും തമ്മിലുള്ള റിലേഷൻ വെരിഫൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ വെരിഫൈ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് ഡിഫറെന്റ് കറണ്ട് സെറ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നവരും ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് തെർമോമീറ്ററിലെ റീഡിംഗ് കൂടുതൽ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. അടുത്ത കമ്പോണന്റ് ഏതാണ്? ടൈം എന്ന കമ്പോണന്റ് ആണ്. ഇത് ഡിഫറെന്റ്. ആദ്യം ഒരു 5 മിനിറ്റിന് എക്സ്പെരിമെന്റ് ചെയ്യുന്നു, ടെമ്പറേച്ചർ നോട്ട് ചെയ്യുന്നു. അടുത്തൊരു 10 മിനിറ്റിന് ഈ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈമിങ് കൂട്ടി വെച്ച് ഇതേ എക്സ്പെരിമെന്റ് നമ്മൾ ക്യാരി ഓൺ ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹീറ്റ് എന്ന് പറയുന്നത് ടൈമിനും പ്രൊപ്പോർഷണൽ ആണ്. അതായത് നമ്മളിപ്പോ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് വെരിഫൈ ചെയ്തു. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹീറ്റ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചാൽ എന്തൊക്കെയാണ് പറയേണ്ടത്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹീറ്റ്, 1 കറണ്ട്, 2 റെസിസ്റ്റൻസ്, അതേപോലെ 3 ടൈം. അപ്പം കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതോറും ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ടൈം ഇൻക്രീസ് ചെയ്യുമ്പോഴും ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹീറ്റ് ഏതാണ്? കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം. ഇത് പ്രൂവ് ചെയ്യുന്ന ലോ ആണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്.
ആ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് കറക്റ്റ് ആണോ, നമ്മൾ എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്ത എക്സ്പെരിമെന്റ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മച്ച് ഹീറ്റ് ഇസ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറന്റ് flows through a conductor of resistance 200 ohm for 5 minutes. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? എത്ര ഹീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇഫ് 0.2 ആംപിയർ കറന്റ് ഒരു 200 ഓം റെസിസ്റ്റൻസിൽ കൂടെ 5 മിനിറ്റ് ഫ്ലോ ചെയ്താൽ എത്ര ഹീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇത് പ്രൂവ് ചെയ്യാൻ ഇപ്പൊ എന്തൊക്കെയാ നമുക്ക് തന്നിട്ടുള്ള? റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട്, കറന്റ് I തന്നിട്ടുണ്ട്, ടൈം T തന്നിട്ടുണ്ട്. അപ്പൊ ഇത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ് എന്ന് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണം. എന്താണ്? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് അനുസരിച്ചാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. H is equal to I square RT. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ്? റെസിസ്റ്റൻസ് എല്ലാം തന്നിട്ടുണ്ട്. I ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. അപ്പൊ നമുക്ക് ഹീറ്റ് ഡിസിപ്പേറ്റഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ R എത്രയാണ്? through a 200 ohm resistance. R യൂണിറ്റ് ഓം ആണ്. അപ്പം 200 ഓം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ കറണ്ട് 0.2 ആംപിയർ, I is equal to 0.2 ആംപിയർ. ടൈം തന്നിരിക്കുന്നത് നോക്കിയേ, ഇവിടെ 5 മിനിറ്റ് എന്നാണ് ടൈം തന്നിരിക്കുന്നത്. പക്ഷെ ടൈം എത്രയാണ്? സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 മിനിറ്റിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇതേപോലെ തന്നെ എക്സാമിൽ ക്വസ്റ്റ്യൻ വരുമ്പം ചിലപ്പം 1 അവറിന് ചോദിക്കാം, 5 മിനിറ്റിന് ചോദിക്കാം. അത് ടൈമിന്റെ കൺവേർഷൻ അറിയണം. അപ്പം 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. therefore ടൈം is equal to 5 മിനിറ്റ് ആകുമ്പോൾ 5 into 60 സെക്കൻഡ് 300 സെക്കൻഡ്. ഇനി ജസ്റ്റ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ I സ്ക്വയർ എന്താണ്? 0.2 ഓൾ സ്ക്വയർ ഇൻറ്റു R 200 ഓം ഇൻറ്റു ടൈം 5 മിനിറ്റ് ആണ്, അതായത് 300 സെക്കൻഡ്. അപ്പൊ നമുക്ക് 2400 എന്ന് കിട്ടും. അപ്പൊ ഹീറ്റ് ജനറേറ്റഡ് എത്രയാണ്? 2400 ജൂളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് എക്സസൈസുകളിൽ ഇങ്ങനത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോവാൻ. അടുത്തതായി നമ്മൾ അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായും 2 രീതിയിലുള്ള സർക്യൂട്ട് അറേഞ്ച്മെന്റ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് സീരീസ് കണക്ഷനും മറ്റൊന്ന് പാരലൽ കണക്ഷനും. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ. അപ്പൊ നമ്മള് സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയുണ്ട് എന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് അതിനു മുമ്പ് ഒരു ചെറിയ എക്സ്പെരിമെന്റിലൂടെ പഠിക്കാം. ഇവിടെ നോക്കൂ, 2 ബൾബ് B1 B2 2 ബൾബുകളാണ്. ഓരോ ബൾബും 3 വോൾട്ടുള്ള ബൾബുകൾ, ഒരു 6 വോൾട്ടിന്റെ ബാറ്ററി സ്വിച്ച്. ഇത് മൂന്നും ഇത് ഉപയോഗിച്ച് ഫിഗർ എ എന്ന രീതിയിൽ കണക്ഷൻ ചെയ്യുന്നു. അതേപോലെ തന്നെ 3 വോൾട്ടുള്ള 2 ബൾബുകൾ, 6 വോൾട്ടുള്ള ഒരു ബാറ്ററി സ്വിച്ച് ഉപയോഗിച്ച് ഫിഗർ ബിയിലെ പോലെ നമ്മൾ കണക്ഷൻ ചെയ്യുന്നു. ഇതിൽ ഫിഗർ എയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, B1ഉം B2 നോക്കുമ്പോൾ നമുക്കൊരു പാരലൽ അറേഞ്ച്മെന്റ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് പാരലൽ കണക്ഷൻ. അതേപോലെ ഇവിടെ നോക്കൂ, ബൾബ് B1 എന്ന് പറഞ്ഞു, അതിന് സീരീസ് ആയിട്ട് അതേപോലെ തന്നെ ആ രീതിയിൽ തന്നെ ബൾബ് B2 കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് 2 സർക്യൂട്ട് അറേഞ്ച്മെന്റ്. ഇനി നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ, നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോവാണ്. സോ ആദ്യം തന്നെ നമ്മളിവിടെ സ്വിച്ച് ക്ലോസ് ചെയ്യുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അതിനായിട്ട് ഈ 2 സർക്യൂട്ട് അറേഞ്ച്മെന്റിലും ഏത് ബൾബുകളാണ് കൂടുതൽ പ്രകാശിക്കുന്നത്, മാക്സിമം ഇന്റൻസിറ്റിയോടെ ബ്രൈറ്റ്നെസ്സോടുകൂടി തെളിയുന്നത് ഏത് ബൾബുകളാണെന്നുള്ളതാണ് ആദ്യം ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പം എന്താണ് നമുക്ക് വീട്ടിൽ 2 ബൾബുകൾ, നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ ഒബ്സർവേഷൻ നിങ്ങൾ റെക്കോർഡ് ചെയ്യാം. അപ്പൊ നമുക്കിത് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഫിഗർ എയിലെ സർക്യൂട്ടിന്റെ രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിലാണ് ബൾബ് നന്നായിട്ട് പ്രകാശിക്കുന്നത്.
അതേസമയം ഫിഗർ ബിയിലെ ബൾബുകളുടെ ബ്രൈറ്റ്നെസ് എയിലെ ബൾബുകൾ പ്രകാശിക്കുന്നതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. ഇതിനൊരു റീസൺ ഉണ്ട്, ആ റീസൺ നമ്മൾ നോക്കും. ഇനി നമ്മൾ വേറൊരു ഇത് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ കണക്ഷനിൽ നിന്ന് ഈ കണക്ഷൻ ഇങ്ങനെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. മാക്സിമം ഇന്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യുന്നത് ഫിഗർ എയിലെ അല്ലെങ്കിൽ സർക്യൂട്ട് എ എന്ന രീതിയിൽ കണക്ഷൻ ചെയ്തിരിക്കുന്ന ബൾബുകളാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ? അതായത് റെസിസ്റ്റൻസ്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് B1ന്റെ റെസിസ്റ്റൻസും B2ന്റെ റെസിസ്റ്റൻസും തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കണക്ഷനിൽ കുറവാണ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യും, ബൾബ് നന്നായിട്ട് ഗ്ലോ ചെയ്യും, മാക്സിമം കറണ്ട് ഫ്ലോ ഉണ്ടാവും, ബൾബ് നന്നായിട്ട് ഗ്ലോ ചെയ്യും. അതേസമയം ഫിഗർ ബിയിൽ വരുമ്പോൾ എന്താ, സീരീസ് ആയിട്ടാണ് ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് B1ന്റെ റെസിസ്റ്റൻസും ബൾബ് B2ന്റെ റെസിസ്റ്റൻസിന്റെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരലൽ കണക്ഷനേക്കാളും കൂടുതലായിരിക്കും സീരീസ് കണക്ഷനിൽ. അപ്പൊ എന്താ സംഭവിക്കുക, കറണ്ട് കുറച്ചേ ഫ്ലോ ചെയ്യുള്ളൂ, എനെ കമ്പയർ ചെയ്ത് വെച്ച് ബിയിൽ കുറച്ച് കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ബ്രൈറ്റ്നെസ് കുറവായിരിക്കും. അതാണ് ഇവിടെ മാക്സിമം ഇന്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യാനുള്ള റീസൺ. അപ്പം മാക്സിമം ഇന്റൻസിറ്റി ഏതിലാണ്, ഫിഗർ എയില്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഫിഗർ എയിലെ ബൾബുകൾ മാക്സിമം ബ്രൈറ്റ്നെസ്സോടുകൂടി ഗ്ലോ ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഫിഗർ എയില് അല്ലെങ്കിൽ പാരലൽ കണക്ഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഫിഗർ എയിലെ ബൾബുകൾ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്ത് നോക്കാം. ഈ കണക്ഷനിൽ നിന്ന് നമ്മൾ B1 ബൾബുകൾ ഈ കണക്ഷനിൽ നിന്ന് മാറ്റുന്നു. ഇങ്ങനെ മാറ്റി കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഈ കണക്ഷൻ ഒരു ബ്രേക്കും സംഭവിച്ചിട്ടില്ല, കറണ്ട് ഫ്ലോയ്ക്ക് ഒരു ബ്രേക്കും സംഭവിച്ചിട്ടില്ല. B2 ഗ്ലോ ചെയ്യുമോ? തീർച്ചയായും ഈ ബൾബ് B2 ഗ്ലോ ചെയ്യും. അതേസമയം സീരീസ് കണക്ഷൻ എടുത്ത് നമ്മൾ ഇതിലൊരു ബൾബ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സീരീസ് കണക്ഷൻ എടുത്ത് ഒരു ബൾബ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടായി, കണക്ഷൻ ബ്രേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? ഇത് ഗ്ലോ ചെയ്യില്ല എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പം പാരലൽ കണക്ഷനിലും സീരീസ് കണക്ഷനിലെ സർക്യൂട്ട് എവിടെയെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ നിന്ന് ഒരു ബൾബ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ഷൻ കട്ടാവുന്നത് കൊണ്ട് തന്നെ ഈ ബൾബ് ഗ്ലോ ചെയ്യില്ല. അതേസമയം ഇവിടെ ബൾബ് B1ന്റെ കണക്ഷൻ എടുത്ത് മാറ്റിയാലും B2ന്റെ കണക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്, അവിടെ എവിടെയും ബ്രേക്ക് വരുന്നില്ല. അതുകൊണ്ട് ബൾബ് B2 ഫിഗർ എയിൽ തീർച്ചയായിട്ടും ഗ്ലോ ചെയ്യും. അപ്പം ഈ ഒരു എക്സ്പെരിമെന്റ് വഴി ഇതൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ. നമ്മളിപ്പം ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി അല്ലേ? ആ എക്സ്പെരിമെന്റിൽ നിന്നുള്ള ഒരു ചെറിയൊരു കൺക്ലൂഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് രണ്ട് റെസിസ്റ്റൻസ് ഇതേപോലെ സീരീസിൽ കണക്ട് ചെയ്യുന്നതാണ് സീരീസ് കണക്ഷൻ. അതുപോലെ പാരലലായിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ ഫോമിലാണെങ്കിൽ അതാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസും സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസും. അപ്പൊ നമ്മുടെ മുമ്പത്തെ എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടു പാരലലായിട്ട് കണക്ട് ചെയ്തിരുന്ന ബൾബുകളാണ് കൂടുതൽ നന്നായി പ്രകാശിച്ചത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലെ? എന്താണ് കാരണം? അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരുന്നു. റെസിസ്റ്റൻസ് കുറവായത് മൂലം കൂടുതൽ കറണ്ട് ആ ബൾബുകളിലേക്ക് എത്തുകയും അതിനനുസൃതമായിട്ട് അത് കൂടുതൽ പ്രകാശിക്കുകയും ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചത്. അതുപോലെ സീരീസ് കണക്ഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സീരീസ് കണക്ഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്. ടോട്ടൽ റെസിസ്റ്റൻസ് കൂടുതലാകുമ്പോൾ കറണ്ട് കുറച്ചേ ബൾബുകളിലേക്ക് എത്തുന്നുള്ളൂ. ഏതിനെ? ഫിഗർ ബി പാരലൽ കണക്ഷനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കറണ്ടേ സീരീസ് കണക്ഷനിൽ ബൾബുകളിൽ എത്തുന്നുള്ളൂ. അതുകൊണ്ട് ബൾബുകളുടെ പ്രകാശം കുറഞ്ഞിരിക്കും. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഏതിലാണ് കൂടുതൽ? സീരീസ് കണക്ഷനിലാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതൽ. അപ്പം ഇത് കൂടുതൽ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതൽ എവിടെയാണ്? സീരീസ് കണക്ഷനിലും. കുറവ് എവിടെയാണ്? പാരലൽ കണക്ഷനിലും ആണുള്ളത്. ഓക്കെ, അപ്പൊ സീരീസ് കണക്ഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പാരലൽ കണക്ഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇത് നമ്മൾ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ആ എക്സ്പെരിമെന്റ് മനസ്സിലാക്കാൻ മതി. അത് നമ്മൾ ചെയ്തുകൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും സംശയിക്കാനില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എക്സ്പെരിമെന്റിൽ നമുക്ക് പറയാൻ പറ്റും. സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്
എന്തായിരിക്കും? കൂടുതലായിരിക്കും. പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇനി നമ്മൾ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ട് റീഡിങ് നോക്കുകയാണ്. അങ്ങനെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് റീഡിങ് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുക? സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് റീഡിംഗ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇവിടെ എന്താ? വോൾട്ടേജ് ഇൻ ഈച്ച് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഡിഫറെൻ്റ് ആണ്. അതേസമയം പാരലൽ കണക്ഷനിൽ നോക്കി, ഇവിടെ സെയിം പോയിന്റ് ആണ്. പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്? പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ നോക്കുമ്പോൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും വരുന്നത്. സോ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ്, ഒരു സീരീസ് കണക്ഷനിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിന്റെ അക്രോസ് ആയിട്ട് നമ്മൾ വോൾട്ട് മീറ്റർ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഓരോ റെസിസ്റ്റൻസിന്റെ അക്രോസും ഡിഫറെന്റ് വോൾട്ട് മീറ്റർ റീഡിംഗ് ആയിരിക്കും കാണിക്കുക. അതേപോലെ പാരലൽ കണക്ഷൻ ആണെങ്കിൽ എത്ര റെസിസ്റ്റൻസ് പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ അക്രോസ് ആയിട്ട് കാണിക്കുന്ന റീഡിംഗ് സെയിം ആയിരിക്കും. വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് സെയിം ആയിരിക്കും. ഇതാണ് ഈ ഒരു എക്സ്പെരിമെന്റിന് വേറൊരു കൺക്ലൂഷൻ. അതുപോലെ അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇൻ ഈച്ച് റെസിസ്റ്റൻസ് എന്തായിരിക്കും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ട ഡിവൈസ് ഏതാണ്? അമ്മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുക. അപ്പൊ ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടും നമ്മുടെ അമ്മീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? കറണ്ട് ഇൻ ഈച്ച് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. അപ്പൊ കറണ്ട് ഓരോ റെസിസ്റ്റൻസിലെയും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? സീരീസ് കണക്ഷനിലാണെങ്കിൽ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടും ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടും വരുന്ന കറണ്ട് സെയിം ആയിരിക്കും. സെയിം കറണ്ട് ആയിരിക്കും. പാരലൽ ആണെങ്കിലോ കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ആണ്. അപ്പം ഒരു സീരീസ് കണക്ഷനിലാണോ പാരലൽ കണക്ഷനിലാണോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതൽ? പാരലൽ റെസിസ്റ്റൻസിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവും, സീരീസ് കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലും. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതിലെ ബൾബുകൾ അത് കൂടുതലായിട്ട് ബ്രൈറ്റൻ ചെയ്യുന്നു. ഇതൊക്കെ എക്സാമിൽ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അതേപോലെ വോൾട്ടേജിനെ നോക്കുകയാണെങ്കിലോ, വോൾട്ടേജ് നോക്കുമ്പോൾ ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ട് സീരീസ് കണക്ഷനിലാണെങ്കിൽ ഡിഫറെന്റ് വോൾട്ടേജ്, പക്ഷെ കറണ്ട് നോക്കിയ സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് ഡിഫറെന്റ് ആണ് പക്ഷെ കറണ്ട് സെയിം ആണ്. നേരെ വൈസ് വേഴ്സ തിരിഞ്ഞാണ് പാരലൽ കണക്ഷനിൽ വരുന്നത്. വോൾട്ടേജ് സെയിമും കറണ്ട് ഡിഫറെന്റും. അപ്പൊ ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ ഒത്തിരി ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ എല്ലാവരും ഈ ഒരു ചെറിയൊരു കാര്യമുള്ളൂ, അത് ഓർത്ത് വെക്കണം. സീരീസ് കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലാണ് നമ്മൾ പഠിച്ചു അല്ലെ? അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു സീരീസ് കണക്ഷനിൽ R1 R2 റെസിസ്റ്റൻസ് റെസിസ്റ്ററിന് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസസ് സീരീസ് കണക്ഷനിൽ ഗെറ്റ് ഡിവൈഡഡ്. V is equal to V1 plus V2. ഇനി ഓംസ് ലോ അനുസരിച്ച് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V equal to IR. ഇനി നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചു എന്ത്? ഒരു സീരീസ് കണക്ഷനിൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ ആ റെസിസ്റ്റൻസിന്റെ ഒക്കെ അക്രോസ് ഉള്ള കറണ്ട് സെയിം ആയിരിക്കും. ഏത് കണക്ഷനിൽ? സീരീസ് കണക്ഷനിൽ. ആ ഒരു ലോജിക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബാക്കിയുള്ള ഡെറിവേഷൻ ഫോളോ ചെയ്യുന്നത്. സോ ഇവിടെ V is equal to IR, that is equal to V1 equal to ശരിക്കും I1 R1 പ്ലസ് I2 R2 ആണ്. പക്ഷെ നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് കണക്ഷനിൽ എന്താണ്? സെയിം ആണ്. അപ്പം ഈ നമ്മൾ I1 I2 എന്ന് റെപ്രസെന്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, I എന്ന് റെപ്രസെന്റ് ചെയ്താൽ മതി. Therefore IR is equal to IR1 plus IR2. ഇനി IR is equal to I കോമൺ ആണ്, അതിനെ പുറത്തെടുത്തു, R1 plus R2. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും I LHSലും RHSലും I ഉണ്ട്, നമ്മളിത് കട്ട് ചെയ്തു. Therefore ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 plus R2 ആണ്. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 plus R2 ആണ്. ഏതില്? സീരീസ് കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 plus R2. ഇനി 3 റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ R1 plus R2 plus R3, 5 അങ്ങനെ n റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ R1 plus R2 to
അങ്ങനെ Rn വരെയുള്ളതിന്റെ സമ്മാണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഇതാണ് സീരീസ് കണക്ഷൻ. അപ്പം ഇതാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. പാരലൽ കണക്ഷനിൽ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ ബ്രാഞ്ചിലുമുള്ള കറണ്ടിന്റെ സമ്മാണ് ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏത് കണക്ഷനിൽ? പാരലൽ കണക്ഷനിൽ. സോ കറണ്ട് I is equal to I1 plus I2 ഏതില്? പാരലൽ കണക്ഷനിൽ. ഇനി ഓംസ് ലോ അനുസരിച്ച് V equal to IR നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പം നമുക്ക് ഇതിൽ നിന്ന് I equal to എന്താണെന്ന് എഴുതാം? I equal to V by R. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ I is equal to V by R. ഇനി ഈ വാല്യൂ നമ്മൾ ഈ ഐയിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ V by R is equal to V1 by R1 plus V2 by R2. ഇനി നമുക്കറിയാം ഒരു പാരലൽ കണക്ഷനിൽ എന്തായിരിക്കും സെയിം? എല്ലാ ബ്രാഞ്ചിലും റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ V1 V2 എന്ന് റെപ്രസെന്റ് ചെയ്യേണ്ട, കാരണം V1 ഉം V2 ഉം സെയിം ആണ്. സോ നമുക്ക് ഇതിന് V ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ 1 2 എന്നുള്ള നമുക്ക് മായ്ച്ചു കളയാം. സോ V by R is equal to V by R1 plus V by R2. അതായത് V by R is equal to V by R1 plus V by R2. ഇനി നമുക്ക് V by Rല് V കോമൺ ആണ്. LHSലും RHSലും V ഉണ്ട്. അപ്പൊ നമുക്ക് ഈ Vനെ കട്ട് ചെയ്ത് കളയാം. സോ 1 by R is equal to 1 by R1 plus 1 by R2. ഇനി ഇതിന് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ എന്താ സംഭവിക്കുക? 1 by R is equal to R2 plus R1 by R1 R2. ഇതാണ് 1 by R എന്ന് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് കാണേണ്ടത് പക്ഷെ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് ഈ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്, ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഇത് R ആണ്. R. അപ്പം നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ R1 R2 by R1 plus R2. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കണക്ഷനിൽ വരുമ്പോൾ R1 R2 by R1 plus R2 ആണ്. സീരീസ് കണക്ഷനിൽ R is equal to R1 plus R2 ആണ്. ഇങ്ങനെയാണ് പാരലൽ കണക്ഷനിലെയും സീരീസ് കണക്ഷനിലെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.